എല്ലാവർക്കും ശ്രീമദ് മഹാഭാരത സത്രത്തിലേക്ക് സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമാം. കസ്തൂരിതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണം കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം കുവലയം കണ്ഠേ മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂഡാമണി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരു എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കഥ ഈ പറയുന്ന കഥയൊക്കെ ഒന്ന് മാർക്കണ്ഡേയ മുനി നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കടക്കും. ദുര്യോധനനും കർണനും അങ്ങോട്ട് കുറച്ച് സ്പീഡായിട്ട് വരും. ഒടുവിലത്തെ കഥ മാർക്കണ്ഡേയ ഋഷി ഇവരോട് പറയുന്നത്, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ താല്പര്യപ്രകാരം സ്ത്രീധർമ്മം എന്താണ്. നമ്മൾ സ്ത്രീധർമ്മത്തിനെ കുറിച്ച് ഒരുപാട് പറയണ്ടായി അല്ലേ. അതിലെ പതിവ്രത ധർമ്മം എന്താണ്. അപ്പോൾ അതും ഒരു കഥ നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് മാർക്കണ്ഡേയ മുനി തന്നെ എടുത്ത് പറയണ്ടായി, കുടുംബത്തിലുള്ള ഒരു സ്ത്രീ പതിവ്രതയാണ് എങ്കിൽ എന്തിനേറെ പറയണു, ഒരു ബ്രഹ്മചാരിയെ കാട്ടിയും പുണ്യവതിയാണ് എന്ന് പറയുന്നു. ആ കഥ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും അനേകം ധർമ്മങ്ങൾ ശാസ്ത്രത്തിൽ പറയുന്നു. എങ്കിലും പ്രധാനമായിട്ട് ഭർത്താവിന് 3 ധർമ്മങ്ങളും ഭാര്യയ്ക്ക് 3 ധർമ്മങ്ങളും ഇവിടെ ശാസ്ത്രോക്തം ആയിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പേ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടായി. ഭർത്താവിൻ്റെ ആദ്യത്തെ ധർമ്മം ഭാര്യയെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റിംഗ്. രണ്ടാമത്തെ ധർമ്മം ഗൈഡിങ്, ഈശ്വരനിലേക്ക്
കണക്ട് ചെയ്യിപ്പിക്കുക, സ്വന്തം ഭാര്യയെ ഗൈഡ് ചെയ്യുക ധർമ്മത്തിൻ്റെ വഴിയിലേക്ക്. അതുകൊണ്ടാണ് സ്ത്രീക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ പേര് സഹധർമ്മചാരിണി എന്ന് പറയും. സഹധർമ്മം. ഭർത്താവ് ഭഗവാനെ സേവിക്കുകയും ആ ധർമ്മത്തിൽ ചരിക്കുന്നവളാണ് സഹധർമ്മചാരിണി. ഭാര്യയും ആ രീതിയിൽ ചരിക്കുന്നവളാണ്. അതുകൊണ്ടത്രേ സഹധർമ്മചാരിണി എന്നുള്ള പേര് വന്നു. നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചു അല്ലേ? സ്ത്രീജനങ്ങളെ ശാസ്ത്രത്തിൽ മോശമായിട്ട് കാണിക്കണു എന്നുള്ള പൊള്ളയായ വാദം നമ്മൾ മാറ്റുകയുണ്ടായി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാരീജനങ്ങളെ കുറിച്ച് മാത്രമാണ്, അവരുടെ ഗുണഗണങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ പുരുഷനായാലും സ്ത്രീ ആയാലും ഭർത്താവായാലും ഭാര്യയായാലും ജീവിതത്തിൽ ധർമ്മങ്ങൾ ആചരിക്കുമ്പോൾ അവനോ അവളോ സ്ത്രീ എന്നും പുരുഷനെന്നും അറിയപ്പെടുന്നു. അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ, പുരുഷനായാലും സ്ത്രീ ആയാലും ഇവരൊക്കെ തന്നെ മൃഗീയമായ രീതിയിൽ ജീവിതം നയിക്കുന്നവർ എന്നറിയപ്പെടുന്നു. അവരെക്കുറിച്ചും ശാസ്ത്രപുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ അല്ലേ? ഇപ്പോ നന്മയെ കുറിച്ചും പറയുന്നുണ്ട്, തിന്മയെ കുറിച്ചും പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. അപ്പോൾ നല്ല ഗുണമുള്ള പുരുഷനെ കുറിച്ചും പറയുന്നുണ്ട്, നല്ല ഗുണമുള്ള സ്ത്രീയെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ഒരു പുരുഷൻ ഇല്ലാതായാൽ, പുരുഷന്റെ സംസ്കാരം ഇല്ലാതായാൽ അത്ര പെട്ടെന്നൊന്നും സൊസൈറ്റിയിൽ ഇത് എഫക്റ്റ് ആവില്ല. പക്ഷെ ഒരു സ്ത്രീയുടെ സംസ്കാരം ഇല്ലാതാകുമ്പോൾ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ആവും. അതിനർത്ഥം പുരുഷനേക്കാൾ ഏറെ സ്ത്രീകൾക്ക് ഗുണഗണങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ്, അല്ലാതെ കുറവുള്ളത് കൊണ്ടല്ല. വികലമായിട്ട് അവര് ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ ഭാവാർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല അല്ലേ? അവർക്ക് ഭാവാർത്ഥം എന്തെന്ന് മനസ്സിലാവുന്നില്ല. പശുവിന്റെ പാല്, ആ പശുവിന്റെ പാല് ചുറ്റും ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ചുറ്റുമുള്ള ബാക്ടീരിയ ആ പാലിനെ തൈരാക്കി മാറ്റും. അപ്പൊ അത്രയും ഗുണഗണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ തേങ്ങയിൽ നിന്നും ലഭിക്കുന്ന പാല് അത്ര പെട്ടെന്ന് ചീത്തയാവില്ല അല്ലേ? അപ്പൊ ഇവിടെ സ്ത്രീയെ പശുവിന്റെ പാലിനെ പോലെ ഉപമിക്കുന്നു. അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അത് യഥാവിധി സംരക്ഷിച്ചില്ല എങ്കിൽ സംരക്ഷിച്ചില്ല എങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാക്കുവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും അർജുനൻ കൃഷ്ണനോട് പറയുന്നത്, സങ്കരോ നരകൈവ കുലജ്ഞാനാം കുലജ്ഞജ അല്ലെ, പിണ്ടോ ഉദരക്രിയ അല്ലെ, സ്ത്രീഷു വാർഷ്ണേഷു വർണ്ണസങ്കര എന്നൊക്കെ പറയുന്നുണ്ട്. 2-3 ശ്ലോകത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ ദുഷിച്ചാൽ കുലധർമ്മങ്ങൾ നശിക്കും അല്ലെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയാണ് അവിടെ നൽകുന്നത്, അവരെ ആക്ഷേപിക്കുന്നതല്ല. അത് മാത്രം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവരത്രത്തോളം ഗുണഗണങ്ങൾ ഉള്ളത് കൊണ്ട് അവരെ കൂടുതലായിട്ട് എടുത്തു പറയുന്നു. ഇത്രയേറെ എടുത്തു പറഞ്ഞത് പുരുഷന്മാരെ സത്യമായി എടുത്തു പറയുന്നില്ല. മഹാഭാരതത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഈ 1,00,000 ലക്ഷം ശ്ലോകത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 5 ടോപ്പിക്കേ എടുത്ത് പറയുന്നുള്ളൂ അല്ലേ? 5 ടോപ്പിക്കേ പറയുന്നുള്ളൂ. ആ 5 ടോപ്പിക്കില് നമ്മൾ നേരത്തെ പഠിച്ചു. ഒന്ന്, യുധിഷ്ഠിരൻ
യുധിഷ്ഠിരന്റെ ധർമ്മശീലത. രണ്ടാമത്തത് കൃഷ്ണന്റെ ഭക്തവത്സലത, അല്ലെ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവത്സലയാണ്. ഇങ്ങനെ പോണു. നകുലന്റെ സഹദേവന്റെ സൗമ്യശീലത, അതും ഒരു വിഷയമാണ്. പിന്നെ കർണന്റെ പൊള്ളയായ ദാനശീലത. ഇനി അഞ്ചാമത് പറയുന്നത് കുന്തി ദേവിയുടെ ഒരിക്കലും പിഴയ്ക്കാത്ത ഭക്തിയുത സേവനം എന്നാ പറയുന്നത്. ഈ 4 പേരെ കുറിച്ചും പറഞ്ഞുവെങ്കിലും അവിടെ ഒരു സ്ത്രീയെ ഒരു വലിയൊരു ടോപ്പിക്കായിട്ട് കൊണ്ടുവരും, അല്ലെ? എത്രയോ സ്ത്രീജനങ്ങൾ, പതിവ്രതകൾ ഒക്കെ ഉള്ളവരുണ്ട്, അല്ലെ? എങ്കിലും കുന്തി ദേവിക്ക് 5 ദേവന്മാരിൽ നിന്ന് 4 ദേവന്മാരിൽ നിന്നാണ് 4 ദേവന്മാരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അന്യ പുരുഷന്മാരിൽ നിന്ന് പുത്രർ ഉണ്ടായിട്ടും കുന്തി ദേവി ഇവിടെ എടുത്തു പറയുന്നു പതിവ്രതയായിട്ട്, അല്ലെ? ദ്രൗപദിയെ രണ്ടാമതേ പറയുന്നുള്ളൂ, ഇവിടെ എടുത്തു പറയുന്നു. അപ്പൊ അങ്ങനെ ധർമ്മം, സഹധർമ്മചാരിണി, പാണ്ഡുവിന്റെ അഭിപ്രായ പ്രകാരം ധർമ്മം സ്വീകരിച്ചത് കൊണ്ട് തീർച്ചയായും നമ്മൾ ആ ഒരു ധർമ്മത്തിന്റെ മൂല്യവശം നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു, അല്ലെ? കുന്തി ദേവി വരം കുന്തി ദേവിക്കാണ് കിട്ടിയത് എങ്കിലും ധർമ്മപുത്രരും പിന്നെ ഭീമനും പിന്നെ അർജുനനും, അത് കഴിഞ്ഞ് പാണ്ഡുവിന് പിന്നെയും ആഗ്രഹമുണ്ടായി കുന്തിയിൽ നിന്നും മറ്റു ദേവന്മാരിൽ നിന്ന് കുട്ടികൾ ഉണ്ടാക്കാനായിട്ട്. ആഹാ, ആ ധർമ്മം എങ്ങനെ ശോഭിക്കുന്നു കുന്തിയിൽ നിന്നാണ്. കുന്തി ദേവി അവിടെ പറയുന്നു, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? എനിക്ക് ആഗ്രഹിക്കാവുന്നത് 2 or 3, അതിനപ്പുറം പാടില്ല. ഈവൻ ദോ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ട് എങ്കിലും ഇതിൽ കൂടുതൽ എനിക്ക് ആഗ്രഹിക്കുവാൻ ഒരു ക്ഷത്രിയ സ്ത്രീക്ക് പാടില്ല. അതാണ് ധർമ്മം. അപ്പൊ അങ്ങനെയാണ് കുന്തി ദേവി. ഇപ്പൊ മഹാഭാരതത്തില് ആ സഹധർമ്മചാരിണിയെ കുറിച്ച് ഒരു വലിയൊരു ടോപ്പിക് തന്നെയുണ്ട്. അങ്ങനെ 5 ടോപ്പിക്കാണ്. അപ്പൊ കുന്തി ദേവി അവിടെ എടുത്തു പറയാണ്. ഇനി കുന്തി ദേവിയെ മാറ്റിയിട്ട് ഒരുപാട് പേര് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാം, ആണുങ്ങളെ, അല്ലെ? മഹാഭാരതം ഉടനീളം ഒരുപാട് ആണുങ്ങളുണ്ട്, ഋഷിവര്യന്മാരുണ്ട്, അവരൊന്നും കുറിച്ച് പറയുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദശാസ്ത്ര പുരാണങ്ങളിൽ സ്ത്രീക്ക് രണ്ടാമതായൊരു പങ്കാണോ അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തി താഴ്ത്തുന്നുണ്ടോ എന്നതാണ്. ഒരിക്കലുമില്ല. എല്ലാവർക്കും തുല്യ രീതിയിലാണ്, എല്ലാവർക്കും തുല്യ രീതിയിലാണ്. ധർമ്മപുത്രന് പറയുന്നു, അമ്മ എന്ത് പറയുന്നു അതാണ് എൻ്റെ ധർമ്മം. ആഹാ, ദ്രൗപദി വന്ന സമയത്ത് അമ്മ കണ്ടില്ല, 5 പേരുമായിട്ട് വീതിച്ചെടുത്തോളാൻ പറഞ്ഞു, അല്ലെ? അമ്മ പറഞ്ഞത് കൊണ്ട്, അമ്മ എന്താണോ പറഞ്ഞത് അതാണ് ധർമ്മം. അപ്പോ അദ്ദേഹത്തിനത് ഒരിക്കലും മാറ്റാൻ സാധിച്ചില്ല. അപ്രകാരമാണ് ദ്രൗപദിയെ എല്ലാവരും പരിണയിച്ചത്. അതും അമ്മയുടെ ധർമ്മം, ഒരു സ്ത്രീ പറഞ്ഞ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ പിന്നെ എങ്ങനെ അവിടെ ശാസ്ത്രങ്ങൾ സ്ത്രീകളെ മോശമായിട്ട് കാണും? ഒരിക്കലുമില്ല. ഈവൻ ഇനി നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ കയറുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ കുരുക്ഷേത്ര യുദ്ധത്തിലാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ യുദ്ധോത്സുകരായിട്ട് ചോര തിളച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആ നിമിഷം പോലും അവിടെ ഒരു സ്ത്രീയെ ഉത്തരവാദിത്തപരമായിട്ട് കയറുകയാണ് ചെയ്യുന്നത്. എന്താണോ കുന്തി പറയുന്നത്, ദ്രൗപദി പറയുന്നത്, അത് വില കൽപ്പിച്ചുകൊണ്ടാണ് പാണ്ഡവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കലും സ്ത്രീയെ മാറ്റി നിർത്തിയിട്ടേ ഇല്ല.
പൊതുവെ പലപ്പോഴും പല കുടുംബങ്ങളിലും എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ കുടുംബങ്ങളിലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആണുങ്ങൾ തീരുമാനം എടുക്കുന്നിടത്ത് പെണ്ണുങ്ങൾ വരാറില്ല. ഒന്ന് വന്നാലും ഓടിച്ചു വിടുകയും ചെയ്യും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നീ കൂടുതലൊന്നും പറയണ്ട, വീട്ടിൽ ഇരുന്ന് ജ്യൂസ് ഉണ്ടാക്കുക അല്ലേ, അത് ചെയ് ഇത് ചെയ്, നീ ഇതൊന്നും ഇടപെടണ്ടെന്ന് പറയും. പക്ഷെ പാണ്ഡവർ അങ്ങനെ അല്ല ചെയ്തത് അല്ലേ. ഇത്രയും വലിയ യുദ്ധം നടക്കാൻ പോണ്, 18 അക്ഷൗഹിണി പടകളുണ്ട്, എല്ലാം കൂടെ ചേർന്ന് അടി വെട്ട് കുത്ത് എല്ലാം ഉണ്ടാവും. ആ സമയത്ത് അർജുനനും കൃഷ്ണനും എല്ലാ പേരും ഇരുന്നു കൊണ്ട് ചർച്ചകൾ ചെയ്യുമ്പോഴും കുന്തി ദേവിയും ദ്രൗപദിയെയും അവർ സ്വീകരിച്ചു. അങ്ങനെ അവർ വഴി വന്നതാണ് ഘടോത്കചൻ, ഇരാവാൻ, ഇവരൊക്കെ ഈ സ്ത്രീകൾ പറഞ്ഞു വന്നിട്ടുള്ളതാണ്. പക്ഷെ കൗരവർ സ്ത്രീക്ക് യഥാർത്ഥ മര്യാദ കൊടുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഗാന്ധാരിയെ ഒരു രീതിയിലും ചർച്ചയിൽ ആ ഒരു ഡിസ്കഷനിൽ പാർട്ടാക്കിയില്ല. ഉള്ളിൽ ഏതെങ്കിലും റൂമിൽ ചെന്നിരിക്കാൻ പറഞ്ഞു അല്ലേ, കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെയോ അപ്പൊ ഗാന്ധാരി എന്ന സ്ത്രീയെ, പതിവ്രതയായ സ്ത്രീയെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തു. അതുകൂടാതെ ദ്രൗപദിയെ അവഹേളിച്ചു. അപ്പോൾ കർണൻ ഉൾപ്പെടെയുള്ള എല്ലാ പേരും, ദുര്യോധനനും കർണൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവരാണ് സ്ത്രീയെ മോശമായിട്ട് കണ്ടതും പീഡിപ്പിച്ചതും അതോടൊപ്പം തന്നെ അവരെ ഒരു രീതിയിലും സഹകരിപ്പിക്കാത്തതും അവരാണ്. എന്നാൽ പാണ്ഡവരുടെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. അമ്മ എന്താണ് പറയുന്നത് അതാണ് ധർമ്മം, അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. സ്ത്രീയെ ഒരിക്കലും ഇകഴ്ത്തി പറയുന്നില്ല ശാസ്ത്രങ്ങൾ, പുരുഷനെ പറയുന്നുള്ളൂ. പറയുന്നെങ്കിൽ പുരുഷനെ പറയുന്നു. എന്നാൽ മോശമായിട്ടുള്ള പുരുഷന്മാരെയും മോശമായിട്ട് ജീവിതം നയിക്കുന്ന സ്ത്രീകളെയും പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയാണ്, അത് എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അപ്പോ അതിനെക്കുറിച്ചുള്ള കഥകളാണ്, പതിവ്രതയുടെയും അതിനെക്കുറിച്ചുള്ള കഥകളാണ് ചോദിക്കുന്നത്. കാരണം സ്ത്രീകൾ സൊസൈറ്റിയിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ യുധിഷ്ഠിര മഹാരാജാവിന് അത് അറിയാം. ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. എങ്ങനെയാണ് കുലധർമ്മം, സ്ത്രീകൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, അവർക്ക് എങ്ങനെ മര്യാദ കൊടുക്കണം, പതിവ്രത എങ്ങനെ ഉണ്ടാവണം. അപ്പൊ നേരത്തെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞ മാതിരി പ്രൊട്ടക്ടിങ്, പ്രൊവൈഡിങ്, ഗൈഡിങ്, ഈശ്വരനിലേക്ക് ധർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ് ഭർത്താവ്. ഇനി ഭാര്യയുടെ ധർമ്മം എന്താ? 3 ധർമ്മം. അതില് പരമമായ ധർമ്മം എന്താണ്? സതിയായിട്ടിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മം. സതി എന്ന് പറഞ്ഞാൽ പാതിവൃത്യം, പാതിവൃത്യ ശുദ്ധിയോടുകൂടി ഇരിക്കണം. കർമ്മണ മനസ വാച സർവാവസ്ഥ, കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഏതൊരവസ്ഥയിലും ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീ ഇനി ഒരു പുരുഷനുമായിട്ട് റിലേറ്റ് ആവാൻ പാടില്ല. ഇതാണ് പാതിവൃത്യം. അപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തില് സ്ത്രീക്ക് അനുഷ്ഠിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് നമുക്ക് ദ്രൗപദിയിൽ നിന്ന് നോക്കാം, അതോടൊപ്പം ഗാന്ധാരിയിൽ നിന്ന് നോക്കാം. ഗാന്ധാരി സ്വന്തം ഭർത്താവിന് കണ്ണുകൾ ഇല്ലാത്തത് കൊണ്ട് തൻ്റെ കണ്ണുകൾ ഇനി കാണണ്ടായി ലോകം എന്ന് പറഞ്ഞ് കണ്ണുകെട്ടയാണ് അല്ലേ. ഇന്നാണെങ്കിലോ, ഇന്ന് ആരെങ്കിലും ചെയ്യുമോ? അത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ ഇതാണ് പതിവ്രത ധർമ്മം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്ത്രീയുടെ ധർമ്മം പതിവ്രതയായിട്ടിരിക്കുക, അതോടൊപ്പം ഭർതൃഹു ശുശ്രൂഷാണാം പരോധർമ്മോഹ്യ അമായയ, ഭർത്താവിനെ ശുശ്രൂഷിക്കുക. പിന്നെയോ ബന്ധൂനാം ച കല്യാണം, അത് നമ്മൾ പറയണ്ടായി.
ബന്ധുക്കളുടെ മംഗളത്തിന് വേണ്ടി വർത്തിക്കുക ഈ സ്ത്രീ. അതോടൊപ്പം പ്രജാനാംച അനുപോക്ഷണം, കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ആഹാരം നൽകുക, ഇതൊക്കെ വളരെ പ്രധാനം. ഒരുപാട് ഡ്യൂട്ടി ഹസ്ബൻഡിനും വൈഫിനും ഉണ്ടെങ്കിലും ഈ ഒരു മൂന്ന് ഡ്യൂട്ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ളവളാണ് പതിവ്രത എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയുണ്ട്. ഒന്ന് ഫാമിലി വുമൻ, 2 സൊസൈറ്റി വുമൻ. പാശ്ചാത്യ ദേശങ്ങളിലെ സൊസൈറ്റി വുമൺ എന്ന് പറഞ്ഞാൽ മോശമായ സ്ത്രീയാണ്. പക്ഷെ എങ്കിലും ഇവിടെ ശാസ്ത്രത്തിൽ ഉദ്ദേശിക്കുന്നത് ഫാമിലി ഗേൾ എന്ന് പറഞ്ഞാൽ ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഇതിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന സ്ത്രീയാണ് ഫാമിലി ഗേൾ എന്ന് പറയുന്നത്. സൊസൈറ്റി ഗേൾ എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി കടന്ന് ചിന്തിക്കുന്നവരാണ് സൊസൈറ്റി ഗേൾ. സൊസൈറ്റിയുമായിട്ട് ഇഴുകിച്ചേരാൻ താല്പര്യവും ഒരല്പം കൂടെ സ്വാതന്ത്ര്യം വേണം. ചിലപ്പോൾ ചിലയിടത്ത് അത് ശരിയായിരിക്കാം. കാരണം ശരിയായ രീതിയിൽ ഭർത്താവ് ശരിയായ ധർമ്മം പാലിക്കണില്ല എങ്കിൽ എന്നും സ്ത്രീയെ അടച്ച് ആക്ഷേപിക്കുന്നത് കൊണ്ട് അവരെ ഒരിക്കലും പല രീതിയിലും പീഡിപ്പിക്കുന്നത് കൊണ്ടും അവരുടെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും അവരിൽ നിന്നും എടുത്തു മാറ്റുന്നത് കൊണ്ട്, അവർക്ക് അലൗഡഡ് ആയിട്ടുള്ള സർവ്വ സ്വാതന്ത്ര്യങ്ങളും എടുത്തു മാറ്റുന്നത് കൊണ്ട് ചിലപ്പോൾ ചിലയിടത്തൊക്കെ അങ്ങനെ ആവശ്യം വേണ്ടി വരും അല്ലേ. ഇന്നത്തെ കാലത്തിൽ കലിയുഗത്തിൽ അല്പം സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആയിക്കൊള്ളും, അതിൽ കുഴപ്പമില്ല. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരിക്കലും ഊറ്റം കൊണ്ട് ദുർനടപടികൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ അവിടെ തെറ്റുപറ്റും. എല്ലാത്തിനും ഒരു രീതി ഉണ്ടായിരിക്കണം. ഡോണ്ട് ടു ടൈറ്റ്, ഡോണ്ട് ടു ലൂസ്. അങ്ങനെയാണ്. ഗിറ്റാറിന്റെ കമ്പി മാതിരിയാണ്, സ്ട്രിങ് മാതിരിയാണ്. ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത്, ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത് അല്ലെ. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരുടെ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ വീടിനടുത്തിട്ട് ഒരു മനുഷ്യനുണ്ട്. അയാൾ രാവിലെ 3 മണിക്ക് കഴിച്ച് കുളിച്ച് അങ്ങനെ വന്ന് കിടുങ്ങി വിറച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അതിനുശേഷം 6-6:30 ആവുമ്പോൾ ഭാര്യയായിട്ട് വഴക്ക് തുടങ്ങും അല്ലേ. ഭാര്യയായിട്ട് വഴക്ക് തുടങ്ങി പുള്ളിക്കാരന് പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്ന അത് കഴിച്ചിട്ട് അതിനെയും തെറി പറഞ്ഞ് ജോലിക്ക് പോകുന്ന വഴി ആ പാവം സ്ത്രീയുടെ കവിളിൽ 2 കുത്തും കുത്തി പോവും. പിന്നെ ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് തിരിച്ചു വന്ന് ലേശമൊക്കെ മിനിങ്ങിയിട്ട് വന്നിട്ട് ഭാര്യയെ തെറി പറഞ്ഞു. പിന്നെ വൈകിട്ടാവുമ്പോൾ പിന്നെ ഇഴഞ്ഞുകൊണ്ടോ ആരെങ്കിലും പൊക്കിയെടുത്തുകൊണ്ട് വേണം വരാൻ അല്ലേ. ആടി വരും. നന്നായിട്ട് കുടിച്ച് വന്നിരുന്ന് ആ സ്ത്രീയെ എല്ലാ രീതിയിലും അവഹേളിക്കുകയും കണ്ട പുരുഷന്മാരുമായിട്ട് ചേർത്ത് പറയുകയും, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അവരെ കുനിച്ചു നിർത്തി അടിക്കുന്നത് അല്ലേ. എങ്കിലും അന്നത്തെ കാലത്തിലെ സ്ത്രീകളെല്ലാം അവരതിനെ സഹിച്ചു, ക്ഷമിച്ചു, കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി കല്ലാനാലും പുല്ലാനാലും നീതാനൻ പുരുഷൻ അല്ലേ. നീ കല്ലായാലും കുഴപ്പമില്ല, പുല്ലായാലും കുഴപ്പമില്ല, നീയാണല്ലോ പുരുഷൻ. അപ്പൊ ആ രീതിയിൽ അവരെ അടിക്കുകയും ചെയ്യുമെങ്കിലും ആ സ്ത്രീകൾ ഒരുപാട് ത്യാഗം സഹിച്ച് അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ, ആ ഒരു വൃത്തികെട്ടവന്റെ കൂടെ അവര് ജീവിച്ചിരുന്നു. അത് വലിയൊരു തെറ്റാണ്. അതാ ഞാൻ പറയുന്നത്, ഡോണ്ട് ടു ടൈറ്റ്, ഡോണ്ട് ടു ലൂസ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഭർത്താവ് ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിനു വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുക. അതാ ഞാൻ പറയുന്നത്, ഇടികൊണ്ട്
ചാവുന്നതിനും കാലം നല്ലതല്ലേ ഇടി കൊള്ളാതെ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരല്പ സ്വാതന്ത്ര്യം എടുക്കുന്നതിന് കുഴപ്പമില്ല. ഭർത്താവ് അങ്ങനെ ചെയ്യണു, കാലങ്ങളായിട്ട് ഇദ്ദേഹം മാറുന്നില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നന്നാണ്, അത് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പേരില് കൂടുതൽ ലൂസാവാൻ പാടില്ല, അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല, ഒരുപാട് ലൂസ് ആക്കാനും പാടില്ല. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, എനിക്ക് എന്ത് തോന്നിവാസമാണെങ്കിലും ചെയ്യാം, അത് ഒരു ധർമ്മമായിട്ട് വരില്ല. എല്ലാം ആയിക്കൊള്ളൂ, പക്ഷെ ഡോണ്ട് ടു ടൈറ്റ്. അതോടൊപ്പം തന്നെ ഡോണ്ട് ടു ലൂസ്, ജസ്റ്റ് റൈറ്റ് ആയാൽ മതി. എന്നിട്ട് നാദം കൊടുത്താൽ ആ സ്ട്രിങ്ങിൽ നിന്ന് നല്ല സംഗീതം ഉണ്ടാവും. അല്ലേ? ഒരുപാട് ലൂസ് ആയാലും സംഗീതം ഉണ്ടാവില്ല, ഒരുപാട് ടൈറ്റ് ആയാലും സ്ട്രിങ് പൊട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നേ ഉള്ളൂ. അപ്പൊ പൊതുവേ ഈ വിവാഹം കഴിക്കുന്ന ഭർത്താവിനും ക്വാളിറ്റി ഇല്ല, എന്നാൽ ആ ഭാര്യയ്ക്കും അമ്മയും അച്ഛനും പറഞ്ഞു കൊടുക്കുകയില്ല എന്താണ് ധർമ്മം, ഏത് രീതിയിലാണ് ധർമ്മം. അതെങ്ങനെ പറഞ്ഞു കൊടുക്കും? അമ്മ ഓൾറെഡി ഒരു മഹാപുരുഷനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് രീതി പറഞ്ഞു കൊടുക്കണമെന്നും അറിയില്ല. അവര് ചെറുത്ത് നിൽക്കുവാനുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുള്ളൂ. പക്ഷേ ഒരിക്കലും ധർമ്മം വഴി എങ്ങനെ നടത്തി മുന്നോട്ട് പോകണമെന്ന് അറിയില്ല അവർക്ക്. കാരണം അവരത് സ്വീകരിച്ചിട്ടില്ല, അവരടിയും കൊണ്ട് ഇല്ല കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഠിച്ചു വരുന്ന മകളോട് തന്നെ വിവാഹം കഴിക്കുന്ന മുമ്പ് തന്നെ പറയും, നീ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം കേട്ടോ, ഭർത്താവ് ഈ രീതിയിൽ വരുമ്പോൾ ഈ രീതിയിൽ നീ റിയാക്ട് ചെയ്തോണം എന്ന് പറഞ്ഞാൽ അവരവരുടെ എക്സ്പീരിയൻസ് ആണല്ലോ പാവങ്ങൾ പറയുന്നത്. എന്നാൽ അവർ ധർമ്മത്തിന്റെ പാത പറഞ്ഞു കൊടുക്കുവാൻ വിട്ടുപോയി. ആ ഒരു സെൻട്രൽ പോയിന്റ് നമ്മൾ മിസ് ചെയ്തു. അതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ അമ്മമാരും പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ധർമ്മച്യുതിയും ധർമ്മത്തിന് അടിസ്ഥിതമായിട്ട് ജീവിക്കണമെന്നും ഏത് രീതിയിൽ ചെയ്യണമെന്നും എങ്ങനെയുള്ള ഒരു പുരുഷനെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നും ഇതൊക്കെ പറയാൻ പറ്റും. വിവാഹം എന്തിന് കഴിക്കണമെന്നും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ധർമ്മമനുഷ്ഠിച്ച് ആ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാമെന്നും, എന്നാൽ അധർമ്മിയായ ഭർത്താവാണ് എങ്കിൽ എങ്ങനെ സഹധർമ്മചാരിണിയായിട്ട് ഭർത്താവിനെ നന്നാക്കിക്കൊണ്ട് ജീവിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സീതാമാതാവ് സഹധർമ്മചാരിണിയാണ്. ഭർത്താവ് പറഞ്ഞത് കേട്ടില്ല, എന്നിട്ടും സഹധർമ്മചാരിണിയാണ്. ഭർത്താവ് എന്ത് പറഞ്ഞു? നീ കൊട്ടാരത്തിൽ തന്നെ ഇരുന്നാൽ മതി. അത് പറ്റില്ല. അല്ലെ? ഭർത്താവിന്റെ ധർമ്മം അതിലാണ് ചരിക്കേണ്ടത് അവള്. ഭർത്താവ് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ എന്നാ പിന്നെ ഞാനും കൂടെ വരാം. അല്ലെ? ഭർത്താവ് പറയാണ് കുറച്ച് മദ്യം ഞാൻ കഴിക്കുകയാണ്, ഉടനെ ഭാര്യ പറയണം എന്നാ പിന്നെ സഹധർമ്മചാരിണി ഞാൻ പിക്കിളുമായിട്ട് ഓടി വരാം. അതല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെ? അപ്പൊ ഭർത്താവ് ധർമ്മത്തിന്റെ പാതയിൽ പോയില്ല എങ്കിൽ ആ ധർമ്മത്തിന്റെ പാത കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം വരും. ചില സമയത്ത് ഭാര്യയ്ക്ക് അത് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അത് സീതാമാതാവ് തന്നെ ആദ്യം ചെയ്ത് സ്ത്രീകൾക്കൊരു മാതൃകയായിട്ട് മാറി. ഭർത്താവ് ദൂരെയും ഭാര്യ എവിടെയും അത്ര നല്ലൊരു രീതിയല്ല. കാരണം എന്താ? ഭർതൃവിരഹം, അങ്ങിങ്ങ് ചുറ്റിത്തിരിയൽ, എപ്പോഴും പകലുറക്കം. എന്തൊക്കെയാണ്? പകലുറക്കം, ഭർതൃവിരഹം, അങ്ങിങ്ങ് ചുറ്റിത്തിരിയൽ, അന്യഗൃഹവാസം. ഇത് 4 സ്ത്രീകൾക്ക് ദുഷ്പേരുണ്ടാവും. ഇത് 4 സ്ത്രീകൾക്ക് ദുഷ്പേരുണ്ടാവും. സ്ത്രീക്ക് നല്ല പേര് എപ്പോഴും വേണം. ഒരിക്കലും അവർ ദുഷ്പേര് സംഭവിക്കുവാൻ ഇടയുള്ള ആ ഒരു അവസ്ഥകളിലേക്ക് പോവാനേ പാടില്ല. ഒന്ന് കടന്ന് ചിന്തിക്കണം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും. സ്ത്രീ ഒരിക്കലും അപമാനിതയാവരുത് എന്നാണ് അതിനർത്ഥം. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ശാസ്ത്രം പറയണു സ്ത്രീ ഒരിക്കലും അപമാനിതയാവരുത് എന്ന് കരുതിയാണ്. കാരണം അവിടെ അപമാനിതയാവുമ്പോൾ സ്ത്രീക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ കഥയെ അതാണ്. അല്ലെ? അഗ്നിദേവൻ വന്നിട്ട്
സപ്തഋഷികളുടെ ഭാര്യമാരെ കണ്ടിട്ട് ഉള്ളിന്റെ ഉള്ളില് അവരുമായിട്ട് സംഗമം ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായി. ഇത് അഗ്നിയുടെ ഭാര്യ സ്വാഹ മനസ്സിലാക്കുകയും ആ സപ്തഋഷികളില് 6 ഭാര്യമാർ, 7 ഭാര്യയില് 7 ഭാര്യമാരുണ്ട്, എന്താ പറയുക, ഭാര്യമാരുണ്ട്, ഓരോരുത്തർക്കും ഓരോന്ന്. എങ്കിലും 6 ഋഷികളുടെ ഭാര്യമാര് സ്വാഹ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ രൂപത്തിൽ നിന്ന് അഗ്നിയുമായിട്ട് സംഘം ചെയ്യും അല്ലേ. അങ്ങനെ ഇവരെയൊക്കെ സപ്തഋഷികളെ ത്യജിക്കുന്നതായിട്ടാണ്, ദുഷ്പേര് വന്നു പോയി. പിന്നെ രണ്ടാമത് വലിയ എന്താ പറയുക, ചക്ക കുഴയുമാതിരി കുഴഞ്ഞു. ഒടുവില് തിരിച്ച് അവരല്ല, സ്വാഹയാണ് ഇത് കാരണമെന്ന് സ്വാഹ തന്നെ തിരിച്ച് പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെയും നാളത്തെയും നമ്മുടെ കഥ. അപ്പൊ ഇത് പതിവ്രതയാണ്. അതില് 7ാമതായിട്ടുള്ള സപ്തഋഷിയുടെ ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ വേഷത്തിന് സ്വാഹയ്ക്ക് പോകാൻ സാധിച്ചില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ആ വേഷം എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് പതിവ്രതയായിരുന്നു അവൾ. അപ്പൊ ആ കഥകളാണ് ഇന്നും നാളെയായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഭാര്യ ഭർത്തൃധർമ്മം അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് തുടങ്ങി വയ്ക്കാം, നാളെ അതിനെ നമുക്ക് തീർക്കാം. മറ്റന്നാൾ തൊട്ട് നമ്മൾ ആ ഒരു മെയിൻ സ്ട്രീമിൽ നമ്മൾ വരും കഥകളിൽ. മാർക്കണ്ഡേയ മുനി ഒരുപാട് കഥ പറഞ്ഞു അല്ലേ. ഇനി നാളെ ആകുമ്പോഴത്തേക്ക് മാർക്കണ്ഡേയ മുനി കഥ അങ്ങ് പറഞ്ഞ് തീർക്കുകയാണ്. കുറച്ചു കാലമായി നമ്മൾ ദേവേന്ദ്രൻ്റെ അടുത്ത് അർജുനൻ പോയി, അങ്ങനെ കുറേ കഥ പറഞ്ഞു. ഇപ്പോൾ ആ മാർക്കണ്ഡേയ മുനി ഒന്ന് കുറേ കഥ പറഞ്ഞു. ഇനി നാളത്തോടുകൂടി ആ കഥയൊക്കെ തീർന്നിട്ട് പുതിയ ഒരു ഇതിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്ന് പഠിക്കുന്നത് അങ്കിരസ് അദ്ദേഹത്തിൻ്റെ ഉപാഖ്യാനമാണ്. അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു ഇതൊക്കെ ഋഷിവര്യന്മാരാണ്, ബ്രഹ്മാവിൽ നിന്ന് വന്നവരാണ്, പ്രജാപതികളാണ് പലരും. ഇപ്പൊ മാർക്കണ്ഡേയ മുനി അങ്കിരസ് മുനിയുടെ കഥ പറയാൻ തുടങ്ങി. അങ്കിരസ് മുനിയുടെ കഥ സ്കന്ദന്റെ പറയും, അതിലെടുത്ത് പറയുന്നുണ്ട് സ്കന്ദന്റെ കഥ. ഈ സ്കന്ദന്റെ കഥ രാമായണത്തിൽ നമ്മൾ കേട്ടു. ഒരു അല്പം കൺഫ്യൂഷനാണ് അല്ലേ രാമായണത്തിൽ. കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് സ്കന്ദന്റെ കഥ നാളെ പഠിക്കാം. അങ്ങനെ മാർക്കണ്ഡേയ മുനി അങ്കിരസ് മുനിയുടെയും സ്കന്ദന്റെയും കഥകൾ പാണ്ഡവരോട് പറഞ്ഞു തുടങ്ങി. അങ്ങനെ അങ്കിരസ് ഉഗ്ര തപം ചെയ്ത് അഗ്നിയേക്കാൾ പ്രഭാവമുള്ളവനായി ലോകത്തിന് വെളിച്ചവും ചൂടും നൽകാൻ തുടങ്ങി. അങ്കിരസിന്റെ തീഷ്ണ തേജസ്സിൽ ആ അഗ്നി പോലും തപിക്കുവാൻ തുടങ്ങി. ഇനി വേറൊരു അഗ്നിയുടെ ആവശ്യമില്ലാതായി. അങ്കിരസ് മുനിയുടെ ആ തപം കൊണ്ട് ആരും ശ്രദ്ധിക്കാതെ ആയ അഗ്നി ഒരിക്കൽ വിചാരിക്കേണ്ടായി, ലോകങ്ങൾക്ക് ബ്രഹ്മാവ് ഇനി ഒരു അഗ്നിയെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് എങ്ങനെ അഗ്നിയാവാൻ പറ്റും? അതുകൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് കയറി. അങ്ങനെ അഗ്നി ചിന്താഗ്രസ്തനായിട്ട് കാട് കയറി സഞ്ചരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ തനിക്ക് തന്നെ തൻ്റെ ഖ്യാതി ഇല്ലാതാക്കിയ ഇനി ഒരു അഗ്നി അവിടെ കണ്ടു. തേജോമയനായ അങ്കിരസ് മുനി തപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഗ്നി തുല്യനായി ഇങ്ങനെ തപം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു അങ്കിരസ് മുനിയുടെ ആ ഒരു തപിപ്പിക്കുന്ന തേജസ് കണ്ടിട്ട് നടുങ്ങി അഗ്നി ദൂരേക്ക് മാറി നിന്നു. എന്നാൽ അങ്കിരസ് മുനി അദ്ദേഹത്തിനെ വിളിച്ചു, സമീപത്തിലേക്ക് വിളിച്ചു. ശേഷം അങ്കിരസ് മുനി പറഞ്ഞു, ഭവാന് നഷ്ടപ്പെട്ട അഗ്നിസ്ഥാനം അങ്ങ് എടുത്തുകൊള്ളുക തിരിച്ച്. ഇതാണ് വലിയൊരു ത്യാഗം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ. ഭവാൻ ഇഷ്ടപ്പെട്ട അഗ്നിസ്ഥാനം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നിദേവൻ പറയാണ്, പ്രപഞ്ചത്തിൽ എനിക്ക് ശ്രേയസ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അങ്ങാണല്ലോ അഗ്നി, അങ്ങ് മുഖ്യാഗ്നിയും ഞാൻ ഉപാഗ്നിയുമായി നിലകൊള്ളാം. അതെന്തുവാ മുഖ്യാഗ്നി ഉപാഗ്നി? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒരഗ്നിയല്ല കേട്ടോ, 20-ൽ കൂടുതൽ അഗ്നിയുണ്ട് അല്ലെ. 20-ൽ കൂടുതൽ അഗ്നിയുണ്ട്. യോജക അഗ്നി, വൈഷ്ണവ നവാഗ്നി, ക്രതു അഗ്നി, ക്രതു അഗ്നിയല്ല,
ഓരോ യജ്ഞത്തിലും ഓരോ അഗ്നിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറി എന്നാ പറയുന്നത്. അങ്ങനെ ഒരുപാട് അഗ്നികളുണ്ട്. അപ്പൊ അഗ്നിദേവൻ പറഞ്ഞു, അങ്ങ് മുഖ്യാഗ്നിയും ഞാൻ ഉപാഗ്നിയുമായി നിലകൊള്ളാം. അപ്പൊ മുഖ്യാഗ്നിയുമുണ്ട്, ഉപാഗ്നിയുമുണ്ട്. ഈ ഉപാഗ്നിയാണ് 20-ൽ കൂടുതൽ ഏറെയുള്ളത്. അപ്പൊ അങ്കിരസ് മുനി പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങ് എന്നെ ഭവാന്റെ ആദ്യ പുത്രനായി സ്വീകരിക്കണം. അപ്പൊ അഗ്നിദേവൻ അപ്രകാരം സമ്മതിക്കേണ്ടായി. മാർക്കണ്ഡേയ മുനി വിവിധ വിശ്രുതരായ അഗ്നികളെക്കുറിച്ചും അവരുടെ വംശമഹിമയുടെ സവിശേഷതകളെക്കുറിച്ചും പാണ്ഡവരോട് പറയുകയുണ്ടായി. അത് ഇവിടെ വ്യക്തമല്ല എങ്കിലും ആ അഗ്നികളെ കുറിച്ച് നമുക്ക് ഇനിയുള്ള സബ്ജക്റ്റിൽ വരുമ്പോൾ പഠിക്കാം. അതിനുശേഷം ഈ അഗ്നിയെക്കുറിച്ച് പഠിച്ചിട്ട് സ്കന്ദന്റെ കഥ പറഞ്ഞു. ദേവാസുര യുദ്ധം കൊടുമ്പിരി കൊണ്ട കാലത്ത് അസുരന്മാർക്ക് അനേകം ശക്തികൾ ഉള്ളത് കൊണ്ട് ദേവന്മാരൊക്കെ തോറ്റോടാൻ തുടങ്ങി. അങ്ങനെ മാനസ പർവ്വതത്തിലെത്തിയ ഇന്ദ്രൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, തങ്ങൾക്ക് കരുത്തനായ ഒരു സേനാനായകൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ആർത്തനാദം കേട്ടു. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ പതിയായിട്ട് മാറണമേ എന്ന്. കാരണം പതിയില്ല, പതിയില്ലെങ്കിൽ അവൾ അനാഥയാണ്. സനാഥ അനാഥ, അവ ഭർത്താവ് വേണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാവുമെന്നാണ് അല്ലെ. അപ്പൊ അവൾക്ക് ഭർത്താവ് ഇല്ലാത്തത് കൊണ്ട്, കന്യകയായതുകൊണ്ട് അവിടെ എന്തോ ഒരു വിഷമം നടക്കുന്നു. അതുകൊണ്ട് ആർത്തനാദത്തിൽ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. പേര് ദേവസേന എന്നാണ്. ബാഹുബലിയുടെ ദേവസേന അല്ല, അത് ഉണ്ടാക്കിയ കഥകളൊക്കെയാണ്. ഒറിജിനൽ ദേവസേന എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ സ്കന്ദ ദേവന്റെ ഭാര്യയാണ് ദേവസേന. അപ്പോ അങ്ങനെ മാനസപർവ്വതത്തിൽ നിൽക്കുമ്പോൾ ആ ദേവസേനയുടെ രക്ഷിക്കണേ എന്നുള്ള നിലവിളി കേട്ടു. അങ്ങനെ ഇന്ദ്രൻ ചെന്ന് ധൃതിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ കേശി, മഹാശക്തനാണ് കേശി. ആ കേശി ആ ദേവിയെ അപഹരിക്കുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് കേശിയെ തടയുകയും അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാവും. പർവ്വതങ്ങളെയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടും ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് അതിനെ ഹനിക്കുകയും ഇവണ്ണം ഭയങ്കരമായ യുദ്ധത്തിലൊടുവില് കേശി ദേവസേനയെ വിട്ടിട്ട് ഓടിപ്പോയി. അങ്ങനെ ഇന്ദ്രൻ ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ടായി. അപ്പൊ അതാണ് പറയുന്നത്, ഏതൊരവസ്ഥയിലും സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്നത്. അല്ലാതെ അവരെ പിടിച്ച് കൂട്ടിലിട്ട് കെട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് വീട്ടിലിടാനല്ല ഉദ്ദേശിച്ചത്. ഇവിടെ സ്വതന്ത്രമായിട്ട് അവരെ ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ട് അവരെ കാണരുത് എന്നാണ് അതിനർത്ഥം. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കെയർലെസ് ആയിട്ട് കാണരുത് എന്നാണ്. ഇപ്പൊ ഒരു അമ്മയ്ക്ക് കൊച്ചുകുട്ടി നടക്കുന്നുണ്ട് എന്നറിയാം, പക്ഷെ ശരിയായ രീതിയിൽ അറിയില്ല കാര്യങ്ങളൊക്കെ അല്ലെ. ഇപ്പൊ നമ്മള് സ്ത്രീയെ കുറിച്ച് പറഞ്ഞതിന് ആ തമിഴ് തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അല്ലെ. അറിവൈ, തെറിവൈ, മടന്തൈ, എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? നേരത്തെ പറഞ്ഞിരുന്നു, സ്ത്രീകള് ഇന്ന വയസ്സ് വരെ ഇന്ന രീതിയിലാണ് പറയുന്നത് അല്ലെ. 21 വയസ്സാകുമ്പോൾ തെരിവൈ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ആദ്യം അറിവൈ, അറിയുന്ന പ്രായം, പിന്നെ തിരിച്ചറിയുന്ന പ്രായം തെരിവൈ, പിന്നെ ഓരോന്നും ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തില് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11, 12 വരെ വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ് പെൺകുട്ടികൾക്ക്. ഒന്നും എന്താ പറയുക, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരിക്കലും. അടുത്ത ഡിഗ്രി ലെവലിൽ വരുമ്പോൾ കുറേയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയും കുറച്ചുകൂടി വളരുമ്പോഴേ അവർക്ക് പരിപൂർണമായിട്ട്
അവരെ ചതിക്കുമോ ഇല്ലയോ ആരെങ്കിലും എന്ന് പോലും അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാണ്. അതുകൊണ്ട് പ്രായമാകുന്നത് മുതൽ ഈ ഡിഗ്രി ലെവൽ വരെയുള്ള പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെയും കെയർലെസ് ആയിട്ട് കാണരുത്. സ്ത്രീ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് സ്വയംഭൂമനു പറയുന്നത് ഓരോ അവസ്ഥയിലും അവരെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയും. അതുകൊണ്ടാണ് അവിടെ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അവരെ കെയർലെസ് ആയിട്ട് കാണരുത്, അവരെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പലരും ഇതിനെ പ്രത്യേകിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കണ്ടിട്ട് വളച്ചൊടിച്ചു. സ്ത്രീകളെയൊക്കെ അവരെ സ്വാതന്ത്ര്യമില്ലാതെ കെട്ടിപ്പൂട്ടി വെക്കാനാണോ അല്ലെ, ഇങ്ങനെയൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ടത്? മനുസ്മൃതിയിൽ അങ്ങനെ പറയണമെന്നൊക്കെ. അങ്ങനെയൊന്നും പറയില്ല. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവരെ ഏതൊരവസ്ഥയിലും, ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ ഏതൊരവസ്ഥയിലും അവരെപ്പോഴും അവരെ കെയർ ചെയ്യണം എന്നാ പറയുന്നത്. കെയർലെസ് ആവരുത് അവരുടെ കാര്യങ്ങൾ. കാരണം ദേ ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അവര് ഈ സൊസൈറ്റിയിലും കുടുംബത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് സ്വയംഭൂമനു അങ്ങനെ പറയുന്നത്. അപ്പൊ പിന്നെ എവിടെയാണ് സ്ത്രീകളെ അധിക്ഷേപിച്ചത് അല്ലെ? മനുസ്മൃതിയില് സ്വയംഭൂമനു പറയണു, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, വരണങ്ങളും ആശ്രമങ്ങളും എല്ലാം എടുത്തു പറഞ്ഞു. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വയസ്സായ മുത്തശ്ശിയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവര് പറഞ്ഞു തരും. മുത്തശ്ശന്റെ അടുത്ത് എന്നല്ല, പിന്നെയോ മുത്തശ്ശിയുടെ അടുത്താ പറയുന്നത്. നമുക്കും അത് വളരെ ഫേമസ് ആണ്, മുത്തശ്ശി കഥകൾ. മുത്തശ്ശൻ കഥകൾ ഫേമസ് അല്ല അല്ലെ? എത്ര പേര് കേട്ടിട്ടുണ്ട് മുത്തശ്ശി കഥകൾ? കഥകൾ എന്ന് പറഞ്ഞാൽ ആധികാരികം ഒരു മുത്തശ്ശിയായിരിക്കും, മുത്തശ്ശനല്ല. അപ്പൊ എല്ലാ രീതിയിലും സ്ത്രീകളെ ബഹുമാനിക്കുന്ന, അവരെ പ്രായമായതു മുതൽ ദേവിയെ പോലെയാണ് സങ്കല്പിക്കുന്നത് അല്ലേ? കുട്ടിക്കാലത്ത് അവര് ഒരു പെൺകുട്ടി പ്രായമായ അവസ്ഥ എത്തുമ്പം തന്നെ അവരെ കുളിപ്പിച്ച് പുതിയ സാരിയൊക്കെ ഉടുപ്പിച്ച് അവരെ ആഭരണങ്ങളൊക്കെ ഇട്ട് എല്ലാവരെയും കാണുകെ, സ്ത്രീ വന്നിട്ട് ഇവൾ മെച്യൂരിറ്റിയുള്ള സ്ത്രീയായി, നിങ്ങൾ ഒരിക്കലും മോശമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ല, അതുകൊണ്ട് ഒരിക്കലും അവളെ സ്പർശിക്കാൻ പാടില്ല, മടിയിലിരുത്താൻ പാടില്ല. കാരണം വളർന്നു, അവളെ റെസ്പെക്ട് ചെയ്യണോ ഇനി. അപ്പൊ കുട്ടിക്കാലത്തെ യൗവനാവസ്ഥയിലെ സ്ത്രീയെ ദേവിയായിട്ട് സങ്കല്പിക്കുന്ന ഒരു വലിയ ഒരു സനാതന ധർമ്മത്തിന് ഉടമയാണ് ഈ ഭാരതീയരെല്ലാം. വേറെ ഒരു മതത്തിലും അതില്ല അല്ലേ? വേറെ ഒരു മതത്തിലും അതില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ പുരുഷന്മാരെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ബോയ്സിനെ പിടിച്ചിരുത്തി ഇങ്ങനെയൊക്കെ ചെയ്യോ? എവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആ സ്ത്രീക്ക് അത്രയും മര്യാദ കൊടുക്കുകയാണ്. അപ്പൊ അവര് ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്കും ഇങ്ങനെ ഏതവസ്ഥയിലും അവരെ കെയർലെസ് ആവാതെ കെയർഫുള്ളായിട്ട് അവരെ സംരക്ഷിക്കുക എന്നാണ് മനു ഇവിടെ പറയുന്നത്. അങ്ങനെ ഇന്ദ്രൻ അതിനെ മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ടാണ് സ്ത്രീയെ അബല എന്ന് പറയുന്നത്. അബല എന്ന് പറഞ്ഞാൽ പുരുഷസ്യ ബല, പുരുഷനോളം ശരീരബലമില്ലാത്തവളാണ് അബല എന്നതുകൊണ്ട് ആ പേരുണ്ടാവാൻ കാരണം. അങ്ങനെ അബലയായ ദേവസേനയെ ദേവേന്ദ്രൻ രക്ഷിച്ചു. ദേവേന്ദ്രൻ ചോദിച്ചു, ദേവി ആരാണ്, എവിടുന്നാണ്, അച്ഛനാണ് അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടായി. അങ്ങനെ ആ കന്യക മൃദുവായി പറഞ്ഞു, ഞാൻ പ്രജാപതിയുടെ മകളായ ദേവസേനയാണ്. എൻ്റെ ചേച്ചിയായ ദൈത്യസേനയെ ഈ കേശി നേടിയിട്ടുണ്ട്. അച്ഛൻ്റെ അനുവാദത്തോടു കൂടി നമ്മൾ രണ്ടുപേരും മാനസരോവറിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് അവൻ വന്ന് പ്രണയ അഭ്യർത്ഥന നടത്തുമായിരുന്നു. എനിക്കിഷ്ടമല്ല കേട്ടോ. എങ്കിലും എൻ്റെ ചേച്ചി അവനെ സ്വീകരിച്ചു. പക്ഷെ എനിക്കിഷ്ടമില്ലായിരുന്നു. എങ്കിലും എന്നെ ബലാത്കാരമായി കൊണ്ടുപോകുന്ന നേരത്താണ് ഭഗവാൻ എന്നെ രക്ഷിച്ചത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയെ ഏതൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നാണ്. ഒരു കുലസ്ത്രീ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം? വിവാഹം കഴിക്കണമെങ്കിൽ പോലും അവരുടെ പാരൻസിനോട് അനുവാദത്തോടു കൂടി എല്ലാ രീതിയിലുമായിട്ടാണ് വരേണ്ടത്. ഇനി സ്ത്രീക്ക് ഇഷ്ടമില്ല എങ്കിൽ അത് അങ്ങനെ വിടണം എന്നാണ് അല്ലേ?
എന്നാൽ ഈ വങ്കനായ കേശി എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ദ്രോഹിക്കുകയാണ്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ പലപ്പോഴും പലയിടത്തുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പെൺകുട്ടികളുടെ പുറകെ നടന്ന് ശല്യങ്ങളെല്ലാം ചെയ്ത് സ്നേഹമാണ്, അതാണ്, ഇതാണ് എന്നെല്ലാം പറഞ്ഞു. എന്നാൽ പാവം പെൺകുട്ടികൾ അവർക്ക് എനിക്ക് താല്പര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്ത് കഷ്ടമാണ് ഈ വങ്കന്മാർ ചെയ്യുന്നത്. സ്ത്രീയെ ദ്രോഹിക്കുകയും അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയും അവരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യാണ്. എത്ര നരാധമന്മാരാണ് ഇവരെല്ലാം, അല്ലേ? വളരെ 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 മോശമാണ്. ഇവനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഒരു നപുംസകം മാത്രമാണ്, അല്ലേ? ഒരു സ്ത്രീയെ ഇഷ്ടമാണ് എങ്കിൽ, അവൾ കന്യകയാണ് എങ്കിൽ, ഇനി പോട്ടെ, ആ ഒരു കന്യകയോട് ചോദിക്കുകയാണ് എന്നെ ഇഷ്ടമാണോ? അല്ല, എനിക്ക് വേറെ ഇതുണ്ട്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് അവരെ പിന്നെ ഒരിക്കലും ശല്യം ചെയ്യരുത്. എന്തിനു വേണ്ടി ഇങ്ങനെ അലയണു? തെരുവ് നായയും കാട്ടി അപ്പുറമാണ് ചില ആണുങ്ങളുടെ കാര്യം എന്നിട്ട് ഇതിനു വേണ്ടി അലഞ്ഞു ജീവിക്കുകയാണ്. വെറും നരാധമന്മാരാണ്. അങ്ങനെ അഥവാ ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ ചെല്ലൂ. വീട്ടിൽ ചെന്നിട്ട് അവരുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞ് വിവാഹം കഴിച്ചു തരാൻ പറയൂ. അതിനെയാണ് ആണത്വം എന്ന് പറയുന്നത്. ആണത്വം തട്ടിക്കൊണ്ട് പോകുന്നതിലല്ല കാണിക്കേണ്ടത്. ഭാര്യയുടെ അച്ഛനും അമ്മയും ആ വ്യക്തിയെ അംഗീകരിച്ചുകൊണ്ട് മകളെ പിടിച്ച് തരുമ്പോഴാണ്, അല്ലെ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് തരുമ്പോഴാണ് ആണത്വം വെളിവാകുന്നത്. ഇങ്ങനെ ആണത്വം വെളിവാവാത്തവന്മാരാണ് നേരത്തെ തന്നെ തട്ടിക്കൊണ്ടു പോകുന്നത്, അല്ലെ? അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ രീതിയിൽ ഫോഴ്സ് ചെയ്ത് സ്നേഹിപ്പിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ മനുഷ്യനിൽ ഏറ്റവും അധമനാണ്. പന്നി മലത്തിന് തുല്യമാണ് അവൻ, അല്ലെ? ഇങ്ങനെയുള്ളവൻ പന്നി മലത്തിന് തുല്യമാണ്. പന്നി മലം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് മലമായിട്ട് മാറും, അല്ലെ? അപ്പോൾ മലത്തിന്റെ എഫക്റ്റ് നമുക്കറിയാം, വൃത്തികെട്ടതാണ്. എന്നാൽ പന്നി കഴിക്കുന്നത് മലമാണ്. അങ്ങനെയുള്ള മലം കഴിച്ചിട്ട്, അങ്ങനെയുള്ള ആ ആഹാരമലം കഴിച്ചിട്ട് ഇനി പന്നിയുടെ മലദ്വാരത്തിൽ നിന്ന് ഇനി പന്നിക്കൊരു മലം വരും. അത് ഡബിൾ എഫക്റ്റ് ആണ്, ഏറ്റവും വൃത്തികെട്ടതാണ്, റൈറ്റ്? അതുകൊണ്ട് അങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ഒരിക്കലും കാണിക്കുക. ഡീസൻസി എന്താണ്? അങ്ങനെ വിട്ടിട്ട് അവനവന്റെ പണി നോക്കി പോവുക. ഇതിനു വേണ്ടി അലഞ്ഞു തിരിയരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കേശി അങ്ങനെയുള്ളവനാണ്. പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടും അത് നിരസിച്ചത് കൊണ്ട് എങ്ങനെയെങ്കിലും ബലാത്കാരമായിട്ട് എൻ്റെ ഭാര്യയാക്കാൻ നോക്കാണ്. അങ്ങനെ ഈ കഥ പറയാണ്, ആ സമയത്ത് കേശി എന്നെ വന്ന് അപഹരിക്കാൻ പോയപ്പോഴാണ് അങ്ങ് വന്ന് രക്ഷിച്ചത് കേട്ടോ. അതുകൊണ്ട് അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്യണം. ഭവാൻ എനിക്ക് ധീരനും അജയ്യനുമായ ഒരു പതിയെ നൽകണം എന്ന് പറഞ്ഞു. അതാണ് കന്യക ചെയ്യേണ്ടത്, അല്ലേ? കന്യക അനാഥയായിട്ടിരിക്കാൻ പാടില്ല, എപ്പോഴും നാഥൻ വേണം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കണം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ അപകടമൊന്നും ഉണ്ടാവില്ല, ചോദിക്കാനും പറയാനും ഒരാളാവും, അല്ലെ? അപ്പൊ എങ്ങനെയുള്ളവൻ വേണം? ധീരനായിരിക്കണം, ശക്തനായിരിക്കണം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ ചെന്നിട്ട് മസിൽസ് ഉണ്ടാക്കിയ ആളായിരിക്കണം എന്നല്ല അർത്ഥം. പ്രൊട്ടക്ടിങ്, പ്രൊവൈഡിങ്, ഗൈഡിങ്, ഈ 3 കാര്യങ്ങളിലും ശക്തനായിരിക്കണം. അപ്പോഴാണ് ഒരുവൻ വിവാഹം കഴിക്കുവാൻ യോഗ്യനാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദേവസേന തൻ്റെ ചെറിയമ്മയുടെ മകളായതിനാൽ സ്വന്തം സഹോദരിയാണ് എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ആ കന്യകയുടെ ആവശ്യം മനസ്സിലാക്കി ഒരു ഭർത്താവിനെ നൽകുക എന്ന സ്വന്തം ചുമതലയാണ് എന്ന് കരുതി സൂര്യനെ നോക്കി, ചന്ദ്രനെ നോക്കി, പലരെയും നോക്കിയിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. ഒരു മഹാശക്തനായ ആളെ തന്നെ വേണം, അല്ലേ? അങ്ങനെ ഇദ്ദേഹത്തിന് കൺഫ്യൂഷനായിട്ട് ദേവസേനയും കൊണ്ട് ബ്രഹ്മലോകത്തിലെത്താണ്. അങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇപ്രകാരം ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇവൾക്കൊരു വരന ആവശ്യമാണ്, എന്ത് ചെയ്യും? അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു, ദേവസേനയ്ക്ക് നായകനായി ഒരു മഹാബലശാലി ജനിക്കും. തീർച്ചയായും അവൻ ഈ ദേവിയുടെ പത്തിയായിട്ട് മാറും. അതിനുശേഷം സ്കന്ദൻ വരുന്ന കഥ ഇവിടെ പറയാണ്. അത് നമുക്ക് നാളെ പറയാം.
മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വസുദേവ തനുജായ വാസുദേവായ മംഗളം. അപ്പൊ നാളെ എങ്ങനെയാണ് ദേവസേന കാർത്തികേയനെ മുരുകനെ കല്യാണം കഴിക്കുന്നതെന്നാണ് ഇനി നമ്മൾ. ഹരേ കൃഷ്ണ. നാളെ കാണാം.